2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വീര്യം കൂടിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായിട്ട് അമ്പലപ്പുഴ ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു. ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് അതിന് കാരണമായത് എന്ന് നമുക്കറിയാം. അദ്ദേഹം സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒരാളായ ശ്രീ ജി സുധാകരനാണ് നമ്മോടൊപ്പം ഉള്ളത്. സർ, എങ്ങനെയുണ്ട് ഈ ദിവസങ്ങളിലെ പ്രചാരണം? പോവുകയാണ്. വിജയത്തിലേക്ക് തന്നെ അനുനിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സംസ്ഥാനത്തെ ഏറ്റവും തലമുതിർന്ന നേതാക്കളുടെ ഒരാളായിരുന്നു. അതിൽ തന്നെ ദീർഘമായിട്ടൊരു 6 ദശാബ്ദത്തിലേറെയായിട്ട് CPM-ൻ്റെ വലിയ നേതാവായിരുന്നു താങ്കൾ. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് മറുപക്ഷത്ത് നിന്നാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളെ സ്വീകരിക്കാനായിട്ടൊരു ചെറിയ സമയമെടുക്കില്ലേ UDF-കാർ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ, അല്ലെങ്കിൽ നല്ല സന്തോഷകരമായിട്ടാണോ അവരും? യാതൊരു അനുഭവങ്ങളുമില്ല. 63 വർഷം CPM പാർട്ടി മെമ്പറായി പ്രവർത്തിച്ചു. അതിലൊരു 10-55 വർഷം ലീഡർഷിപ്പിലേക്ക് തന്നെ ജില്ലാ കമ്മിറ്റി മുതൽ ലീഡർഷിപ്പ് പ്രവർത്തിച്ചു. പക്ഷേ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് മുകളിൽ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഞാൻ 4 തവണ എന്നോട് പല സമ്മേളനങ്ങൾ റിക്വസ്റ്റ് ചെയ്തെങ്കിലും ഞാനത് സ്വീകരിച്ചില്ല. സ്വാഭാവികമായിട്ടും കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ PB-യിലൊക്കെ പിന്നെ പരിഗണിക്കേണ്ടതായ കാര്യമില്ല. അപ്പം അങ്ങനെയുള്ള യാതൊരു ആഗ്രഹങ്ങളും മോഹങ്ങളും ഒന്നും എനിക്കില്ലായിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർഷിപ്പ് ഏകദേശം 42 ഇയേഴ്സ്, 48 വർഷം ഞാൻ പ്രവർത്തിച്ചു. പാർട്ടി ഒരുപാട് വിശ്വാസം അർപ്പിച്ചു, വിശേഷിച്ച് പാർലമെൻറ്റ് രംഗത്ത്. അതെല്ലാം ഞാൻ കൃത്യമായി കാത്തു സൂക്ഷിച്ചു. ഒരു പേരുദോഷം ഉണ്ടാക്കിയത് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ രണ്ടാമത്തെ പിണറായി ഗവൺമെൻറ് വരാൻ പ്രധാന കാരണമായത് ഒന്നാമത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങളാണ് എന്ന് പാർട്ടി രേഖ തന്നെ പറയുന്നു. അതിലേറ്റവും ഒന്നാമതായി വരുന്ന PWD അല്ലേ. 500ഓളം പാലങ്ങൾ ഡിസൈൻ ചെയ്തു, റോഡുകളും ഗംഭീരമാക്കി, വൈട്രോപ്പിക് ടെക്നോളജി തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചു. അങ്ങനെ ഇതെല്ലാം ചെയ്തു. അതിപ്പോഴും തന്നെ 8 വർഷം കഴിഞ്ഞിട്ട് ഒരു സ്ക്രാച്ച് പോലുള്ള റോഡുകളിൽ, അത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമാണ്. 8 വർഷമൊക്കെ റോഡ് കിടക്കാമെന്ന് പറഞ്ഞാൽ ഉടനെ ഒന്നും സ്ക്രാച്ച് വീഴാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെക്നോളജികൾ ഉപയോഗിക്കുക, എഞ്ചിനീയർമാർ ആത്മാർത്ഥമായിട്ട് അവർ പഠിച്ചത് ഭംഗിയായിട്ട് അവിടെ പ്രാവർത്തികമാക്കുക. അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിൻ്റെ കൂടെ പാർട്ടിക്കല്ലേ കിട്ടിയത്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ സാധാരണ CPM-നോട് ചേർന്ന് ഇത്രയും കാലം ദീർഘമായിട്ട് നിന്ന ഒരാൾ പുറത്തേക്ക് പോകുമ്പോൾ CPM-കാർക്ക് അവരോടൊരു വിദ്വേഷം വരാറാണ് പതിവ്. അങ്ങനെ ഇപ്പം സാറിനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയുക. ഈ അമ്പലപ്പുഴ ഈ മണ്ഡലത്തിൻ്റെ മുക്കുമൂലയെ അറിയുന്ന ആളാണ്. ഇപ്പം ഈ ദിവസങ്ങളിൽ പ്രചാരണത്തിന് പരിപാടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ CPM-കാരായിട്ടുള്ള ആളുകൾ സാറിനെ കാണുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഞാനത് ചോദിക്കാൻ കാരണം CPM നേതാക്കൾ പറയുന്നത് താങ്കളോട് അവർക്കൊരു വർഗവഞ്ചകനുള്ള ദേഷ്യമാണ്. വർഗവഞ്ചകം എന്ന് പറയുന്ന ഒരു 4-5 പേരുകളുണ്ട്. അതൊന്നാമത് പിണറായി വിജയനാണ്, മറ്റൊന്ന് PB മെമ്പറായ വിജയരാഘവനാണ് അങ്ങനെ പറയുന്നത്, പിന്നെ ഇവിടുത്തെ സജി ചെറിയാനാണ് പറയുന്നത്, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അത്ര. പിന്നെ പറയുന്നത് ഈ സ്ഥാനാർത്ഥി സലാമാണ്, അത് ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇവർക്കെല്ലാം പിന്തുണയും കൊടുത്ത് ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് ജില്ലാ സെക്രട്ടറി ദാസം. വഞ്ചകനെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ഇവരിത്രയും പേരല്ലാതെ വേറെ ഒരാൾ പോലും ഈ കേരളത്തിൽ തന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ല. നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ഇന്നലെ വ്യക്തമായാലും പത്രസമ്മേളനത്തിൽ പറഞ്ഞല്ലോ. ഞാൻ എന്താണ് ചെറ്റ എന്നല്ല വിളിച്ചത്, ചെറ്റത്തരം എന്നാണ്. രാഷ്ട്രീയ ചെറ്റത്തരം എന്നല്ല പറഞ്ഞത്, ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. അത് ഇന്നലെയാണ് അന്നത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ചെറ്റത്തരമായാലും ചെറ്റത്തരം കാണിക്കുന്നവനെയാണ് ചെറ്റ എന്ന് വിളിക്കുന്നത്. ചെറ്റയ്ക്ക് വേറെ അർത്ഥമുണ്ട്, പാവപ്പെട്ടവരുടെ ചെറ്റക്കുടിൽ. അതൊക്കെ ഞാൻ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് ആവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഒരു തിട്ടമില്ലാതെ എന്താണോ അന്നേരം ചീത്ത പറയാൻ വേണ്ടി മനസ്സിൽ വന്നതൊക്കെ പറയുകയാണ്. അതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ഒരാളെ ചീത്ത പറഞ്ഞ് ഇല്ലാതാക്കാൻ പറ്റുമോ? അതൊക്കെ തികച്ചും തെറ്റായ കാര്യമാണ്, മണ്ടത്തരാണ്. ഇതിപ്പം ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ വാർത്താ സമ്മേളനം കാണുന്നുണ്ട്. പിണറായി വിജയൻ്റെയും നേതാക്കൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ സാധാരണ പ്രവർത്തകരെ താങ്കൾ കാണുന്നുണ്ടാവില്ല. അവർ താങ്കളോട് സ്നേഹം ഉണ്ടല്ലോ, സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടല്ലോ. ഇപ്പോൾ കാണുന്ന ആളുകൾ ഞാൻ അവരെ കൂട്ടി ചായ കുടിക്കാനൊന്നും കൊണ്ടുപോകുന്നില്ല. ഇവർക്ക് പറ്റിയിരിക്കുന്ന തെറ്റ്, അതായത് ഈ നേതൃത്വത്തിന് പറ്റിയ തെറ്റ്, ഞാൻ പാർട്ടിയിൽ നിന്ന് ആരെ അടർത്തിയെടുക്കും, ഒരാളെ അടർത്തിയെടുക്കുന്നില്ല. ഒരാളും വരണ്ടെന്നാണ് പറഞ്ഞത്, അവിടെ തന്നെ നിൽക്കാനാണ് പറഞ്ഞത്. ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്കതുകൊണ്ട് അവിടുത്തെ പാർട്ടി മെമ്പർമാരെ ഇങ്ങനെ കൂടെ പ്രദർശിപ്പിച്ചു കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന 1000-കണക്കിന് പാർട്ടി മെമ്പർമാരും 10,000-കണക്കിന് പാർട്ടി വിശ്വാസികളുമുണ്ട്. മറ്റുള്ളവരും എല്ലാ പാർട്ടിയിലും പെട്ടവർ എനിക്ക് വോട്ട് ചെയ്യാറ്. ഇതിലിപ്പോൾ എൻ്റെ ഒരു മാധ്യമപ്രവർത്തകൻ നൽകുന്ന രാഷ്ട്രീയ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ കരുതിയിരുന്നത് ഒരാൾ CPM-ന്ന് ഇത്രയും വർഷം ശേഷം പുറത്തു പോയിട്ട് മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളെപ്പോലെ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും നേർക്കുനേർ കാര്യങ്ങൾ എന്താണോ തോന്നുന്നത് അത് വള്ളി ഉള്ളി വിടാതെ അങ്ങ് പറയുന്ന ഒരാൾ താങ്കളുടെ ശൈലിയൊന്ന് മാറ്റും എന്നാണ്.
പക്ഷേ താങ്കൾക്ക് പക്ഷേ താങ്കൾ ഒരു മാറ്റവും ഇല്ലാതെ വളരെ താങ്കളായ എങ്ങനെയാണോ താങ്കൾ അതേ രീതിയിൽ തന്നെ നാട്ടുകാരെ അഭിസംബോധന ചെയ്യുന്നു. അങ്ങനെ ഒരു ധൈര്യം വരിക എങ്ങനെയാണ്? ഇപ്പോൾ സാധാരണ നമ്മൾ പാർട്ടി വിട്ട് പോയ ആളുകൾ എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് പ്ലീസ് ചെയ്യാൻ വേണ്ടി ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നതാണ് കാണുക. പക്ഷേ ധൈര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ജീവിതത്തിൻ്റെ പോരാട്ടമായിരുന്നു. വളരെ സാമ്പത്തികമായി ദുർബലമായ കുടുംബം. എൻ്റെ അച്ഛൻ രാവിലെ കൂന്താലിയും കൊടുത്ത് ഞങ്ങൾക്ക് കുറച്ച് പുരയിടമുണ്ട്, അവിടെ കിളയ്ക്കാൻ പോകും, ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഒരു 10-30 സെൻറ്റ് നിലമുണ്ട്, അവിടെ കട്ടയടിക്കാനും പിന്നെ നെല്ലിന് കിളയ്ക്കാനും കളപറിക്കാനും ഒക്കെ ഞങ്ങൾ പോകും. കൊയ്യുമ്പോൾ കൊയ്യാൻ കുറച്ച് തൊഴിലാളികളെ കൂടെ വിളിക്കാതിരിക്കാൻ പറ്റില്ല, അപ്പോൾ ബന്ധിക്കാനൊക്കെ ആൾ വേണ്ടേ. അവരുടെ കൂടെ ഞങ്ങൾ കൊയ്യാൻ പോകും, കറ്റ ചുമക്കാൻ പോകും, പച്ചി കുറവിലിടും. അതൊക്കെ ഞങ്ങൾ ജോലി ചെയ്തു. പശുവിനെ അഴിച്ച് കെട്ടി ചാടകന്മാരും അങ്ങനെ അധ്വാനിച്ച് അച്ഛനമ്മോനോടൊപ്പം അധ്വാനിച്ചാണ് ഏതാണ്ട് 18 വയസ്സ് വരെ അങ്ങനെയാണ് കഴിയുന്നത്. പിന്നെ കോളേജിൽ പോയി. കോളേജ് വിദ്യാഭ്യാസ കാലത്ത് ഇതുപോലുള്ള ജോലികളൊന്നും എന്നെക്കൊണ്ട് ചെയ്യിച്ചിട്ടില്ല. പിന്നെ കൊല്ലത്ത് SM കോളേജിൽ പഠിക്കാൻ പോയി MA-ക്ക്. പിന്നെ ഞാൻ അത്തരത്തിലുള്ള ജോലികളിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരായി. ഇങ്ങനെയായിട്ട് ഞങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർന്ന ദരിദ്ര കൃഷിക്കാരെന്ന് പറയും, പാർട്ടിയുടെ രേഖയിൽ പറയുന്നത് പുവർ പെസൻസ്. അത് പെട്ടവരാണ്. കർഷക തൊഴിലാളിയല്ല, എന്നാൽ അതുപോലെ തന്നെയുള്ള ജീവിത നിലവാരമുള്ളവരാണ് പുവർ പെസൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ജീവിച്ച ജീവിതത്തിൻ്റെ സമരങ്ങളുമായിട്ട് പിന്നെ മുട്ടി എനിക്ക് നല്ല ആത്മവിശ്വാസം അന്ന് മുതലേ ഉണ്ട്. ആ ആത്മവിശ്വാസം എനിക്ക് ഒരിക്കലും ഇല്ലാതാവില്ല. എതിർപ്പിൻ്റെ മുമ്പിൽ എനിക്ക് ശക്തി കൂടുകയാണ്. എന്നാലും ഇപ്പോൾ പാർട്ടി വിട്ട് അപ്പുറത്ത് കയറി മത്സരിക്കുന്ന ആളുകളൊക്കെ ഏത് പാർട്ടിയിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളത് അവർ ഇങ്ങനെ ഒരു അല്പം ഭയം ഉണ്ടാവും. താങ്കൾക്ക് ഈ ജീവിത സാഹചര്യങ്ങൾ നൽകിയ ഒരു കരുത്താണെങ്കിൽ തന്നെയും തെരഞ്ഞെടുപ്പാണല്ലോ, വിജയിക്കണമല്ലോ. വിജയിക്കാനായിട്ടാണെങ്കിലും ഒരു അല്പം ഒന്ന് പോളിഷ് ചെയ്തേക്കാമെന്ന് താങ്കൾ വിചാരിക്കാതെ? അതല്ല, പോളിഷൊക്കെ എൻ്റെ വർത്തമാനത്തിലുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ ഇങ്ങോട്ട് പ്രതികരിച്ചതിൻ്റെ മോശത്തരം കൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ ഷാർപ്പായി. പിന്നെ അങ്ങനെ ശൈലി മാറ്റേണ്ടുന്നൊരു സാഹചര്യമില്ല, ജയിക്കും. പിന്നെ പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞ പൊതുവായൊരു കാര്യമുണ്ട്. എല്ലാ പാർട്ടികളും ഒരുപോലെ അംഗീകരിക്കുന്ന പ്രത്യയശാസ്ത്ര വിഷയങ്ങളുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തൊഴിലാളി വർഗ നേതൃത്വം, ജനാധിപത്യം, സോഷ്യലിസം, കമ്മ്യൂണിസം, ഞാൻ ഘട്ടം ഘട്ടമായി സമൂഹം ഡെവലപ്പ് ചെയ്യുന്ന പ്രത്യയശാസ്ത്രം. അത് വേറെ ആർക്കുമില്ല. അപ്പോൾ വർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലം ഒരിക്കലും ഉണ്ടാവും. അതാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസത്തിൽ വർഗമില്ല, ഭരണകൂടമില്ല, ഒന്നുമില്ല. എല്ലാവരും സ്വന്തം ബുദ്ധി കൊണ്ടും മനസാക്ഷി കൊണ്ടും എല്ലാ കാര്യങ്ങളും മറ്റൊരാൾക്ക് യാതൊരു വിഷമവും ഉണ്ടാകാത്ത തരത്തിൽ ജീവിക്കാൻ എല്ലാവരും ഒരുപോലെ ശീലിച്ച് സ്വമേധയാ ചെയ്യുന്ന വളരെ വളരെ വിദൂരമായ എന്ന് സാക്ഷാത്കരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഈ കമ്മ്യൂണിസം. അവിടെയൊക്കെ പോകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ ഒരു വലിയ സ്വപ്നമാണത്. ആ സ്വപ്നത്തിലേക്കാണ് യുവാക്കളെല്ലാം വന്ന് ആർത്തിരമ്പി വന്നത്. ഇന്നിപ്പോൾ എന്ത് സ്വപ്നം, എന്ത് പ്രത്യയശാസ്ത്രം? ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല. അന്ന് ആർക്കാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് എന്ത് പ്രത്യയശാസ്ത്രം? ഈ ആലപ്പുഴയിൽ പ്രത്യേകിച്ചും അത്തരം സ്വപ്നത്തിൻ്റെ പിന്നാലെ പോയ ഒരുപാട് ചെറുപ്പക്കാർ ഇത്ര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലത്ത്, ആ കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലത്ത് ചേർന്ന് നിന്ന ആൾക്കാരാണല്ലോ താങ്കളും പിണറായി വിജയനും ഒക്കെ. എന്നുവെച്ചാൽ വലിയ സ്നേഹ ബഹുമാനങ്ങൾ പരസ്പരം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്ക് പിണറായി വിജയനോട് ഒരിക്കൽ പോലും ഇവിടെ വലിയ വിഭാഗീയത പാർട്ടിക്കകത്ത് നിന്ന കാലത്ത് പോലും G. സുധാകരൻ എന്തെങ്കിലും പിണറായി വിജയനെതിരെ പറഞ്ഞായിട്ട് ഒരു വരി എവിടെയും കാണില്ല. അത്രമാത്രം പരസ്പര ബഹുമാനത്തോടെയും കരുതലോടെയും നിന്ന ആൾ ഈ ഘട്ടത്തിൽ ഇങ്ങനെ പെരുമാറുമ്പോൾ, അദ്ദേഹം ഇങ്ങോട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് ആൾക്ക് അത്ഭുതമാണ്. താങ്കൾക്ക് എങ്ങനെയാണ് ഈ 10-60 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പോലൊരു നേതാവിനെ തള്ളി പറയാൻ പറ്റിയത് എന്ന് തോന്നുന്നു? ഞാനത് തള്ളിയൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വളരെ തെറ്റായ കാര്യങ്ങൾ, മാർക്സിസ്റ്റ് പാർട്ടി നേതാവിന് യോജിക്കാത്ത കാര്യങ്ങൾ, സർവോപരി മുഴുവൻ ജനങ്ങളുടെയും സംരക്ഷകനായ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പറഞ്ഞ വാക്കുകൾ ഒരു കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത. അതിനർത്ഥം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് തന്നെ അകന്നുപോയി എന്നുള്ളതാണ്. അല്ല, ഞാൻ ഈ വാക്കുകളെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, താങ്കൾ പാർട്ടിയും തെറ്റാനാകുന്ന കാലം അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ തന്നെ അകന്നു പോയിരിക്കുകയാണ്. അദ്ദേഹം അകന്നു പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദ്യകാലമൊക്കെ പോരാട്ടമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളും ആശയങ്ങളും ഒന്നും അദ്ദേഹം അധികം അന്നും പ്രസംഗിക്കാറില്ല. ഞങ്ങളൊക്കെ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം പാർട്ടിയെ പറ്റിയുള്ള സംഘടനാപരമായ കാര്യങ്ങൾ ചിട്ടയും മട്ടവും ശക്തമായി പറഞ്ഞ് പോരാട്ടത്തിൻ്റേതായിട്ടുള്ള സന്ദേശമാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. ഞങ്ങളൊക്കെ പോരാട്ടത്തിൻ്റെ മാത്രമല്ല, ആ പോരാട്ടത്തിൽ എത്തിക്കുന്ന വൈജ്ഞാനികങ്ങളായിട്ടുള്ള അടിത്തറകൾ കൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ, സാരമില്ല. അദ്ദേഹം വലിയൊരു ഫൈറ്ററായിരുന്നു. അദ്ദേഹം ആ അടിസ്ഥാനത്തിലാണ് എന്നെയും കണ്ടത്, ഞങ്ങളും കണ്ടത്. ഇപ്പോഴതല്ലല്ലോ, 4-5 വർഷങ്ങളായി അദ്ദേഹം എന്ത് പോരാട്ടമാണ് നടത്തുന്നത്? എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുക. ആരും ഒരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ അയാളെ ആക്ഷേപിക്കുകയാണ്. ആ തെറ്റുകളെ ന്യായീകരിക്കുകയാണ്. തെറ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ വളരെ അപൂർവമാണ്. ഇടയ്ക്കൊരു കുഞ്ഞിനെ എടുത്ത് ഓമനിച്ചു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും ഇത് മറയ്ക്കാനൊക്കെ തന്നെ. അപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ
പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് അകന്നു പോയി. പാർട്ടി അവിടെ ഇരിപ്പുണ്ട്, പക്ഷേ അകത്തൊക്കെ തേങ്ങയില്ലാത്ത തൊണ്ടുപോലെയായി. പക്ഷെ താങ്കൾ ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തോട് നേരിട്ടോ അല്ലാതെയോ പരസ്യമായിട്ട് പറയുന്നത് അല്ലാതെയുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പം അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ താങ്കൾ എടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ താങ്കളത് അങ്ങനെയല്ല കണ്ടില്ല പറഞ്ഞു. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വളരെ കാലം സഹപ്രവർത്തകരും സഖാക്കളുമായി നിന്ന ഒരാളെന്ന നിലയ്ക്ക് താങ്കൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്ന് അദ്ദേഹത്തോട് പറഞ്ഞേക്കാം ഒടുവിലായിട്ട്. ആവശ്യമില്ല പറഞ്ഞത്, കാരണം ആ നിലയിലുള്ള റിലേഷൻ എന്തായാലും ഇല്ല. ആ റിലേഷൻ പോയിരുന്നോ? റിലേഷൻ പോയല്ലോ, അദ്ദേഹം അങ്ങനെയല്ലേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഞാൻ കരുതിയത് താങ്കൾ ഈ ജില്ലയിലെ ലീഡർഷിപ്പുമായിട്ട് വല്ലാതെ അകന്നിരുന്നു. പക്ഷേ സ്റ്റേറ്റ് ജില്ലയിലെ ലീഡർഷിപ്പിൻ്റെ തോന്നിവാസങ്ങൾ അവിടെ അറിയിച്ചിട്ട് ആരെങ്കിലും തിരുത്തിയോ എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ കുഴപ്പം കാണിക്കുന്ന നേതാവിനെയാണ് അദ്ദേഹം എപ്പോഴും കൂടെ കൊണ്ടുപോകുന്നത്. ഗൾഫിൽ പോയപ്പോഴും ആ നേതാവിനെ കൊണ്ടാണ് പോയത്. ഈ സെക്രട്ടറിയിൽ എത്രയോ പേരുണ്ട്. ആരാണ് ഗൾഫിൽ കൊണ്ടുപോയത്? ഈ സെക്രട്ടറിയിൽ എത്രയോ പേരുണ്ട്. അവരെ ആരെയും കൊണ്ടുപോയി ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നതാണ്. അദ്ദേഹം പണം പിരിക്കാൻ എടുക്കാനാണ്. പണം പിരിക്കാൻ അദ്ദേഹം എടുക്കാനാണ്. പണം പിരിച്ചത് എങ്ങനെയാണ് പാർട്ടി ഏൽപ്പിച്ചതെന്നും എനിക്കറിയില്ല. ഏതായാലും ഇത്തരത്തിലുള്ള വാണിജ്യപരമായ കൊമേഴ്ഷ്യലായ ചിന്താഗതികൾ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ സ്ഥാനത്ത് വെച്ചു. നമുക്കതൊന്നും 4-5 വർഷം നമ്മൾ സഹിച്ചു. ബ്രാഞ്ചിൽ 5 വർഷം ഇരുന്നില്ലേ, എല്ലാ ബ്രാഞ്ച് കമ്മിറ്റി യോഗത്തിനും ഞാൻ പോയില്ലേ. എനിക്ക് വേണേൽ പോകാതിരിക്കുകയാണ്. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റി കൃത്യമായിട്ട് പോയി. 10-16 വക്കീലന്മാരാണ്, 16 വക്കീലന്മാർ എൻ്റെ ഉണ്ടായിരുന്നു. അവരൊരു വക്കീലാണ് എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി. അതെന്താ, ഞാൻ പോയല്ലോ. ഞാൻ യാതൊരു അച്ചടക്കലങ്ങളും കാണി മത്സരിക്കാൻ പോലും ഞാൻ തീരുമാനിച്ചിരുന്നില്ല. അതൊക്കെ വളരെ താമസിച്ചാൽ ഈ പറയുന്ന പ്രത്യേകത കൂടിയപ്പോൾ ഇതിന് മറുപടി കൊടുക്കണം. അത് പക്ഷേ പിന്നെ പാർട്ടിക്കാർ രഹസ്യമായിട്ടാണെങ്കിലും പറയുന്നത് താങ്കൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച് നടപ്പാക്കി. അതൊക്കെ അവർ പറയുന്നതല്ലേ, അതിപ്പോൾ പറയുന്നതാണ്. മുൻകൂട്ടി നിശ്ചയിച്ചതൊക്കെ ഇവർ പറയുന്നതല്ലേ. ഞാൻ എൻ്റെ കാര്യം സത്യമായിട്ട് പറയുന്നു. അവർക്ക് ഇതിനെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച് എന്തിന്. താങ്കൾ ഈ പിണറായി വിജയനോട് ഏറ്റവും ഒടുവിൽ വ്യക്തിപരമായിട്ടൊരു സ്നേഹത്തോടെ, മീൻസ് ഞാൻ പറയുന്ന ഒരു സൗഹൃദത്തോടെ സഖാവ് എന്ന നിലയ്ക്ക് സംസാരിച്ചത് എപ്പോഴാണ്? അതൊരുപാട് കാലമായോ? ഞാൻ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു എന്നൊക്കെ അവകാശപ്പെട്ട ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ മൊബൈലിൽ അത് വന്നില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതിന് 2 ആഴ്ച മുമ്പ് ഞാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു. അങ്ങോട്ട് വിളിച്ചു. എനിക്ക് ട്രിവാൻഡ്രത്ത് തന്നെ പോകാനൊക്കത്തില്ല, കാലത്ത്. അപ്പോൾ ആലപ്പുഴ ഇനിയും വരുമ്പോൾ, ഇന്നത്തെ ആലപ്പുഴയുണ്ട്, ആലപ്പുഴ വരുമ്പോൾ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു പറഞ്ഞു. ഞാനത് നോക്കിയിട്ട് പറയാമോ. പിന്നെ പറഞ്ഞിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. അത് ശരി. അപ്പോഴത്തേക്ക് കാര്യം മനസ്സിലായല്ലോ. പിന്നെ ഇലക്ഷനായപ്പോൾ ഇതാണ്. പിന്നെ ഇപ്പോഴത്തെ എതിർക്കുന്ന LDF സ്ഥാനാർത്ഥിയെ അതൊന്നും കാര്യമായ പബ്ലിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളാണ്. ഭൂരിപക്ഷ ജനസാമാന്യത്തിൻ്റെ വോട്ടുകൾ വാങ്ങിച്ചു കൊടുത്തത്. 11,000 പല വോട്ടുകൾ ജയിപ്പിച്ചു കൊടുത്തു. ഞാനാണ് മുമ്പിലത് ജയിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഞാൻ അധ്യക്ഷനായിരുന്നു. ഇസ്ലാമിൽ നമ്മൾ ഉദ്ഘാടകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടികൾ 5 ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. പിന്നെ കുറേ മീറ്റിങ്ങുകളൊക്കെ ഞാൻ പോയി. 19 മേഖലയായിട്ട് അമ്പലപ്പുഴ മണ്ഡലത്തെ വിഭജിച്ച് ആ 19 സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ എൻ്റെ അനുയായി എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അതെ, അദ്ദേഹം ഒടുവിലത് പറഞ്ഞു. അല്ല, അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ജയിച്ചു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിന് വോട്ട് വാങ്ങിച്ചു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ വോട്ട് എവിടെയെങ്കിലും കുറഞ്ഞെങ്കിലും മുസ്ലിം ബൂത്തുകളാണ്. മുസ്ലിം ബൂത്തുകൾ പലതിലും ലിജുവിന് അദ്ദേഹത്തെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. കമ്പിവളപ്പിലടക്കം മുസ്ലിങ്ങൾ മാത്രമുള്ള ബൂത്താണ് വളഞ്ഞവിള കമ്പിവളപ്പ് കിട്ടി. അപ്പോൾ അങ്ങനെ ജയിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞ് ഉടൻ തന്നെ ഒരു പെറ്റീഷൻ, ഞാൻ വേണ്ടത്ര സഹായിച്ചില്ല. അതെ, അതാണല്ലോ പിന്നീട് പ്രശ്നങ്ങൾക്ക്. അപ്പോൾ ആദ്യ മത്സരത്തിൽ 11,000 പേർ വോട്ട് കിട്ടിയത് എനിക്കും അയാൾക്ക് മാത്രമാണ്. VS 5,000 കിട്ടിയുള്ളൂ. PK ചന്ദ്രനാരായണന് 1,500 കിട്ടിയുള്ളൂ. സുശീലയ്ക്ക് 3,000 താഴെ, CK സദാശിവന് 4,000 താഴെ. ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയത്. ജയിച്ചപ്പോൾ ഒരു തോക്കുകയും ചെയ്തു. എനിക്ക് ആദ്യത്തെ ഇലക്ഷനിൽ 126 ഞാൻ തോക്കുകയും ചെയ്തു ഇവിടെ. അപ്പോൾ 11,000 രൂപയാണ് അവിടെ ആദ്യം മത്സരിച്ചപ്പോൾ. അത് ഭൂരിപക്ഷ സമൂഹമുള്ള ഒരു മണ്ഡലത്തിൽ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളിന് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള തരത്തിൽ വാങ്ങിച്ചു കൊടുത്തത്, നേതൃത്വം കൊടുത്ത എന്നെ, എനിക്കതിനെ പെറ്റീഷൻ, എന്നിട്ട് കരിയമ്പിൻ്റെ അന്വേഷണം. പറയട്ടെ, തെറ്റായിട്ടുള്ള പിന്നെ പോയിന്റുകൾ. സ്റ്റേറ്റ് കമ്മിറ്റി സംസാരിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർ ആലപ്പുഴക്കാരിൽ ഒരാൾ സംസാരിക്കാൻ തയ്യാറായില്ല. കാരണം അവർക്കറിയാം സംസാരിച്ചിട്ട് കാര്യമില്ല, ഇതിനകത്ത് ഇത് വെറുതെയാണ്. ഇവിടെ ഉള്ളവർ മാത്രം സംസാരിച്ചു. മറ്റുള്ളവർ വലിയ വിമർശനവും എൻ്റെ പേര് ഉന്നയിച്ചില്ല. സുധാകരൻ ആലപ്പുഴയ്ക്ക് അത്യാവശ്യമാണെന്ന് സുജാത കയറി പറഞ്ഞു. പക്ഷെ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്നുള്ള ആ റിപ്പോർട്ട് എടുത്ത് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കൊടിയേരി മറുപടി പറഞ്ഞു, സേവനങ്ങളൊക്കെ എടുത്തു പറഞ്ഞു, ജാഗ്രത പാലിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ഒരു താക്കീത്. അത്രയും വലിയ വിഷമമായി. വിഷമമല്ല, വഞ്ചന. എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നു, വഞ്ചന. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് അന്ന് ഇതിന് ഞാൻ ഒരു ഇലക്ഷനിലൂടെ പകരം വിട്ടു. എൻ്റെ പിന്തുണയില്ലാതെ ഈ പറയുന്ന ഈ ആരോപണം ഉന്നയിച്ചയാൾ
ഇവിടെ എത്ര വോട്ട് പിടിക്കും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതിന് ഞാൻ മത്സരിച്ചാലേ പറ്റുള്ളൂ. അന്ന് കുടിച്ചിട്ടു. പക്ഷേ ഞാൻ അടുത്ത ഇലക്ഷനിൽ എനിക്ക് 21 എനിക്ക് സീറ്റിൽ ഞാൻ മത്സരിച്ചില്ല. ഞാൻ അന്തസ്സായിട്ട് പ്രവർത്തിച്ചു. അന്നാണ് അയാൾ കൊണ്ടു നടന്ന് പ്രവർത്തിപ്പിച്ചത്. എന്നെ അനുയായിയാന്ന് പറഞ്ഞാൽ അന്നാണ് അയാൾ. ഞാനതിൽ മത്സരിക്കുകയാണ്. അന്ന് മത്സരിക്കാമല്ലോ. പാർട്ടി വിട്ട് അന്ന് പോകുന്ന മത്സരിക്കാതെ കോൺഗ്രസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെയും 5 വർഷം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പ്രവർത്തിക്കാനൊക്കെ അത്രമാത്രം പാർട്ടിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു നേതൃത്വമാണ് ഇവിടെ. കമ്മ്യൂണിസത്തിൻ്റെ ഒരു ഗന്ധം പോലും ഇപ്പോഴത്തെ ജില്ലാ നേതൃത്വത്തിൽ മിക്ക ആളും ഇല്ല. അല്ല, ഒരു കാര്യം ഞാൻ കയറി ചോദിക്കട്ടെ. അതായത് ഇങ്ങനെ നമ്മളിത് പുറത്തുള്ള ആൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഇത് വന്ന് ഇത്രയും വലിയ പ്രശ്നത്തിലേക്ക് ഒരു വലിയ നേതാവ് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിക്കുന്നു. അത്ഭുതമാണ്. എനിക്കിപ്പോൾ പോലും ഈ പോസ്റ്റർ കാണുമ്പോൾ UDFൻ്റെ പിന്തുണയുള്ള ജി സുധാകരൻ മത്സരിക്കുന്നു പറയുമ്പോൾ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലക്ക് അത്ഭുതമാണ്. അയ്യോ, അങ്ങനെ സംഭവിച്ചോ എന്ന് ഇപ്പോൾ പോലും അത്ഭുതമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ സംഭവിക്കാനിടയായിട്ടുള്ള HSLAമിന് താങ്കളോട് വന്നിരിക്കുന്ന, താങ്കൾക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ, അതായത് അങ്ങനെ കൊണ്ടു നടന്ന് പ്രവർത്തിച്ച താങ്കൾക്കെതിരെ അങ്ങനെ ഒരു നിലപാടെടുക്കാനുള്ള വ്യക്തിപരമായിട്ടുള്ള കാരണം എന്താണ്? വ്യക്തിപരമായ കാരണമെന്ന് പറഞ്ഞാൽ HSLAമിന് താങ്കളുടെ ദേഷ്യം എന്താണ്? അത്യാഗ്രഹം. അല്ലാതെ ഞാൻ അദ്ദേഹത്തെ ഈ നില എത്തിച്ചതിൽ ഞാനും ഒരു പങ്കുവഹിച്ചല്ലേ. സെക്രട്ടേറിയറ്റിൽ മത്സരിക്കുന്ന ലിസ്റ്റ് പറഞ്ഞപ്പോൾ ചിത്തരഞ്ജൻ്റെയും സലാമിൻ്റെയും പേര് ഞാനല്ലാതെ ആരും പറഞ്ഞില്ലല്ലോ. ഇവരാരും ആ പേര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചു. ഇതൊക്കെ മുമ്പ് ഞാൻ വിശദീകരിച്ചതാണ്. അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ ദുരാഗ്രഹം. അദ്ദേഹം മാത്രമാണ്. സജി ചെറിയാനല്ലേ നേതൃത്വം. ആദ്യഘട്ടത്തിൽ ആരിഫ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരിഫ് അതിൽ നിന്ന് മാറി. പക്ഷേ ആ ദുഷ്പേര് കിടക്കുകയാണ്. ഇവർ 3 പേരും പിന്നെ ഒരാളും കൂടി 4 പേര് ചേർന്നുള്ള ഒരു സംഘമാണ് ഇത് ചെയ്തത്. സജി ചെറിയാനാണ് കൺട്രോൾ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് പെറ്റീഷനൊക്കെ അയച്ചു കഴിഞ്ഞാൽ നടപടിയെടുക്കും. ജി സുധാകരനെ പുറത്താക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പാർലമെൻ്റ് ലൈഫ്, അവർക്ക് പാർലമെൻ്റ് ലൈഫിനെ പറ്റി മാത്രമേ ചിന്തയുള്ളൂ. പാർലമെൻ്റ് ലൈഫിൽ നമ്മളുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മന്ത്രിയായാണല്ലോ, അതുകൊണ്ട് നമുക്കാവാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ്. അത് ഭാഗികമായി സാക്ഷാത്കരിച്ചു. അയാൾ മന്ത്രിയായി, ഇതൊക്കെ MLA ആയി, മറ്റൊരാൾ MP ആയി, അതെല്ലാം സാക്ഷാത്കരിച്ചല്ലോ. പക്ഷേ അതിൻ്റെ ആ ഒരു വീര്യം പോയി. ജനങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ വേറെ വാചകങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അവരെ പിന്നെ കൂടുതൽ പറയാനില്ല. അതെല്ലാം കഴിഞ്ഞു. അതെ, എൻ്റെ ചോദ്യങ്ങളിലൊന്ന്, MP രാഘവൻ, KR ഗൗരിയമ്മ, 2 പ്രധാനപ്പെട്ട നേതാക്കൾ, വലിയ നേതാക്കൾ പാർട്ടി വിട്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ, അവർക്കെതിരെ പ്രസംഗിച്ച ഒരു പ്രധാനപ്പെട്ട നേതാവായിരിക്കും ജി സുധാകരൻ. എന്ന പ്രസംഗം കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നിന്ന പോലുള്ളൊരു പാർട്ടിയെ വഞ്ചിച്ചു പോയ ഒരു സ്റ്റാൻഡിലല്ല താങ്കളെന്ന് എങ്ങനെയാണ് താങ്കൾ സ്വന്തം മനസ്സിനെ ബോധ്യപ്പെടുത്തുക? എൻ്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലല്ലോ ഞാൻ MP രാഘവനും ഗൗരിയമ്മയല്ലല്ലോ. ജനങ്ങൾ അങ്ങനെയല്ലോ കാണുന്നത്. MP രാഘവനും ഗൗരിയമ്മയൊക്കെ പാർട്ടിക്കാർ കംപ്ലീറ്റ് ബോയ്ക്കൗട്ട് ചെയ്തു. എന്നെ ബോയ്ക്കൗട്ട് ചെയ്യുന്നില്ലല്ലോ. ആയിരക്കണക്കിന് പാർട്ടി മെമ്പർമാർ വോട്ട് എനിക്ക് കിട്ടും. അതല്ല എൻ്റെ ചോദ്യത്തിൻ്റെ, അവർക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് MP രാഘവൻ, എന്താണ് എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ഈ ചായ കുടിച്ചാൽ കുഴപ്പമാവോ എന്ന് പോലും, എന്ന് വെച്ചാൽ എനിക്ക് വിഷം തന്നിട്ടുണ്ടോ എന്ന് പോലും. രാഘവൻ്റെ കാര്യം കൂടുതൽ പറയണ്ട. ശരി, സമയങ്ങൾ രാഘവൻ്റെ വഴിയൊന്നും നമ്മുടെ വഴിയല്ല. ഇപ്പോഴും താങ്കൾക്ക് MP രാഘവനോട് പാർട്ടി വിട്ടതിൽ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക താല്പര്യം അന്നുമില്ല, ഇന്നുമില്ല. ഇല്ല അല്ലേ? കാരണം MP രാഘവൻ ആലപ്പുഴയായിട്ട് യാതൊരു ബന്ധമില്ല. എറണാകുളം സമ്മേളനത്തിൽ MP രാഘവൻ്റെ കൂടെ ഒറ്റ ഡെലിഗേറ്റ് പോകാത്ത ഏക ജില്ല ആലപ്പുഴയാണ്. കണ്ണൂരിൽ നിന്ന് പോയല്ലോ. അല്ല, ഞാനിത് ചോദിക്കുന്നത് എന്താണെന്ന് പറയാം സാർ, അതായത് ഈ CPM വിട്ടു പോകുന്ന മുതിർന്ന പ്രധാനപ്പെട്ട നേതാക്കൾ വിട്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന കുറേ പേരുകളുടെ കൂട്ടത്തിലേക്ക് ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിലാണ് ഞാൻ. ആ കൂട്ടത്തിൽ അല്ലാത്തതുകൊണ്ടാണല്ലോ ഈ സ്വീകാര്യത വന്നത്. ഞാൻ ചോദിക്കുമ്പോൾ തോന്നരുത്, അതായത് ഈ വലിയ പാർട്ടി പ്രവർത്തകർ, വലിയ നേതാക്കൾ, അവർ 10-60 കൊല്ലക്കാലം നിന്ന് പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ഒരു ഹൃദയവേദന വരില്ലേ? ഇല്ല, ഹൃദയവേദന എന്ന് പറയുന്ന കാര്യമില്ല. കാരണം തെറ്റായ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ പാർട്ടിയിൽ ചേർന്ന കാലത്ത് ആ പാർട്ടി ഇവിടെ ഇല്ല. അന്നുണ്ടായിരുന്ന സ്നേഹവും അറിവും ലീഡർഷിപ്പും ഉണ്ടായിരുന്ന നേതാക്കന്മാരാരുമില്ല. എല്ലാവരും ചെറ്റയെന്നും മറ്റൊക്കെ വിളിക്കുന്ന ആൾക്കാരാണ്. ആ നിലവാരമുള്ളവരാണ് ഇപ്പോൾ ഉള്ളത് മഹാഭൂരിപക്ഷം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മിണ്ടുന്നില്ല. ഒരു വിജയരാഘവനോ അല്ലെങ്കിൽ ഒരു സജി ചെറിയാനോ ഒരു സലാമോ ഒരു പിണറായി വിജയനോ അല്ലേ സംസാരിക്കുന്നുള്ളൂ. ഗോവിന്ദൻ പോലും ഒരു ഘട്ടം കഴിഞ്ഞ് ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്നും പറഞ്ഞു, എന്നോട് പറ്റി തെറ്റായ കാര്യം പറയുന്നവരെ പറ്റി മാത്രമേ ഞാൻ എതിർ വിമർശിക്കുന്നുള്ളൂ. അല്ലാതെ ഒരാളെ പറ്റി വിമർശിച്ചു. പക്ഷേ പാർട്ടി പോയില്ലേ, കേരളത്തിലെ പാർട്ടി പോയില്ലേ, കമ്മ്യൂണിസമായിട്ട് അകന്നു പോയില്ലേ, ആദർശങ്ങളൊന്നുമില്ലല്ലോ. അത് ഇവിടുത്തെ എതിർകക്ഷികൾക്കെല്ലാം വളരെ വളരെ വളവും ഉള്ള മണ്ണായി മാറി. അതാണ് പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടില്ലേ ആലപ്പുഴയിലെ. ഒരു കാലത്തും പഞ്ചായത്ത് ഇലക്ഷനിൽ CPMന് ഇതുപോലൊരു തകർച്ച ഉണ്ടായിട്ടില്ല. 2 മുനിസിപ്പാലിറ്റി ചെയ്തു പോയി, കായംകുളവും ആലപ്പുഴയും. ഈ അമ്പലപ്പുഴ മണ്ഡലത്തിലെ 5 പഞ്ചായത്തിൽ ഒന്നിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. എല്ലാത്തിനും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായിരുന്നു. ഞാൻ നയിച്ച 2020 ഒരിടത്തും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഇവിടെ ഈ പുന്നപ്പുറം വടക്ക് പഞ്ചായത്തിൽ 19 10 സീറ്റിൽ 2 CPI ആണ്. CPI ഒറ്റേ ഉള്ളൂ. കഴിഞ്ഞ തവണ 13 ആണ്. 18-ൽ 13 ആയിരുന്നു.
ഇത്തവണ 19-8 ഉള്ളൂ. 2 CPI മാറിക്കഴിഞ്ഞാൽ ഇവിടെ പഞ്ചായത്തില്ല. മറ്റു പഞ്ചായത്തുകളൊക്കെ അതിനും കുറവാണ്. പിന്നെ കോൺഗ്രസ് ചില പഞ്ചായത്തുകളിൽ BJPയുമായിട്ടോ SDPയുമായിട്ടോ ഐക്യമുന്നണി ഉണ്ടാക്കാതിരുന്നത് കൊണ്ട് ഉള്ളതിന് ഏറ്റവും കൂടുതൽ സീറ്റുള്ള CPIയും 1-2 പഞ്ചായത്ത് പ്രസിഡൻ്റായതേ ഉള്ളൂ. പുനഃപ്രസവത്തിൽ പോയി പ്രസിഡൻഷിപ്പും ഇല്ല, പുറക്കാട് പ്രസിഡൻഷിപ്പില്ല. ജില്ലാ പഞ്ചായത്തിൽ അമ്പലപ്പുഴ ഡിവിഷൻ പോയി 5000 വോട്ടിന്. ഇവിടെ കഷ്ടിച്ച് 2000 വോട്ടാണ് ജയിച്ചത്. 6-7,000 വോട്ട് ജയിച്ചുകൊണ്ടതാണ് പുന്നപ്പുഴ ഡിവിഷൻ. അതുപോയി. ബ്ലോക്കിൽ ഞങ്ങൾക്ക് 13-12 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് 14 വെറും 5 സീറ്റേ ഉള്ളൂ. ഈ തകർച്ച ഉണ്ടായിരിക്കുകയാണ്. ഈ ലീഡർഷിപ്പാണ് ഉത്തരവാദി. ജനങ്ങൾക്ക് മനസ്സിലായി ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾ സ്വയം തന്നെ ഇങ്ങനെ മാറിയപ്പോൾ എന്നോട് അവർക്ക് ദേഷ്യമെല്ലാം ഉണ്ടാവുന്ന സ്നേഹമാണ്. ഇതിപ്പോൾ ഇത് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിച്ചു. അതായത് ഇപ്പം ലോക്കൽ ബോഡി ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടായി, ലോക്സഭാ ഇലക്ഷനിൽ വലിയ തിരിച്ചടി ഉണ്ടായി. പക്ഷേ അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പുകൾ ഓരോ സാഹചര്യത്തിലുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ 3ാം സർക്കാർ വരാൻ പോവുകയാണെന്നാണ് താങ്കൾ കരുതുന്നത്. ഉറപ്പായിട്ടും വരില്ല എന്നാണ്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് ഇറ്റ്സ് എ റോങ് അനാലിസിസ് ഓഫ് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഓരോന്നും ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കാലമൊന്നും അല്ലത്. ആ കാലം ഇൻ്റർനാഷണലായി തന്നെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിനെ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് സോവിയറ്റ് യൂണിയന് ശേഷം. അത് EMS അംഗീകരിച്ച കാര്യമാണ്. കാരണം അന്നും ഇന്ത്യയിൽ ഞങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല, ഞങ്ങൾ അവിടുത്തെ തെറ്റുകൾ ഇവിടെ ആവർത്തിക്കില്ല എന്നാണ് EMS പറഞ്ഞത്. പക്ഷേ അവിടുത്തെ തെറ്റുകൾ ബംഗാളിൽ ആവർത്തിച്ചു. EMS പറഞ്ഞ വിപരീതമായി ത്രിപുരയിൽ ആവർത്തിച്ചു. ത്രിപുരയിൽ 16 MLA ഉണ്ട്, ബംഗാളിൽ 0 ആണ്, ഒന്നുമില്ല. താങ്കൾ ഈ പ്രത്യയശാസ്ത്രം തന്നെ ഡിക്ലൈനിങ് പീരീഡിലാണെന്നാണോ പറയുന്നത്? ബംഗാളിൽ ഒറ്റ CPM MLA ഇല്ല 35 വർഷം പഠിച്ച ബംഗാൾ. അതിനെപ്പറ്റി ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് എങ്ങനെ സംഭവിച്ചെന്ന് പറ. അല്ല സാർ, ഞാൻ ചോദിക്കുന്നത് അത് ഈ പ്രത്യയശാസ്ത്രത്തിന് ഡിക്ലൈനിങ് ആണ്. ചോദ്യമല്ല, അല്ല എൻ്റെ സംശയം അതാണ്. സാർ ചോദിക്കുന്നത് മറുപടി പറയുന്നത്. സംശയം എന്നോട് മാത്രം. ഞാൻ അങ്ങോട്ട് ചോദിക്കും. 300 സീറ്റുകൾ ഉണ്ടായിരുന്ന പശ്ചിമ ബംഗാൾ അസംബ്ലി 3-2 ഭൂരിപക്ഷത്തോടെ 35 വർഷം ഭരിച്ച ഒരു പാർട്ടിയും മുന്നണിയും ആ പാർട്ടിക്ക് ഒരു സീറ്റും ഇല്ലാതെ പറഞ്ഞത് എങ്ങനെ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് പ്രത്യയശാസ്ത്രം തന്നെയും തകർന്നു പോയതുകൊണ്ടാണോ? ഞാനല്ല, നിങ്ങളാണ്. അവിടെ 5 BB മെമ്പർമാർ എന്തിനാ അവിടെ? ഒരു MLA പോലും ഇല്ല. അല്ല, എനിക്ക് മനസ്സിലായി. വളരെ അവരെയൊക്കെ മാറ്റണ്ടേ? അല്ല, ഞാൻ ലോകവ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം തകർന്നു എന്നാണോ? കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരിക്കലും തകരത്തില്ല. അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തകർന്നു പോയി എന്നാ പറഞ്ഞത്. ഇപ്പോഴും ചൈനയിലും വിയറ്റ്നാമിലും വടക്കൻ കൊറിയയിലും ഒക്കെ ഉണ്ട്, ക്യൂബയിലൊക്കെ ഉണ്ട്. എങ്കിൽ പോലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി അവർ പിടിച്ചു നിൽക്കുകയാണ്. ബാക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ 3ാം പിണറായി സർക്കാർ ഉറപ്പായിട്ടും വരാൻ പോകുന്നില്ല. 3ാം പിണറായി സർക്കാർ ഉറപ്പായിട്ടും വരാൻ പോകുന്നില്ല. ഞാൻ അതേപ്പറ്റി നേരത്തെ തന്നെ പറഞ്ഞു. ആ സ്വപ്നം വിഫലമാകാനാണ് സാധ്യത. ഞാൻ പറഞ്ഞത് ഇപ്പോൾ പിണറായി വിജയന് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല, അദ്ദേഹം അത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരാധനയുള്ള ആളുകൾക്ക് അത് വലിയൊരു സ്വപ്നമാണ്. ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല. അറിയില്ല. ഞാൻ ആ സ്വപ്ന ജീവികളെ ഒന്നും കണ്ടിട്ടില്ല. UDF സർക്കാർ വരും, ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ അകത്ത് സാറൊന്നും ഞാൻ 3ാമത്തെ സർക്കാർ വരുമെന്നുള്ള ആഗ്രഹം വിഫലമാകാനാണ് സാധ്യത. അത് ഞാൻ പറഞ്ഞത് എൻ്റെ ഇവിടുത്തെ അനുഭവം തന്നെ. ആലപ്പുഴ ജില്ലയിലെ പഴയ 9-8 സീറ്റ് കിട്ടുമില്ല. ഞങ്ങൾ 9-8 സീറ്റാണ് 16-ൽ 21 വാങ്ങിച്ചു കൊടുത്തത്. 20-21 വാങ്ങിച്ചു. 9-8 രമേശ് ഒഴിച്ച്. മുമ്പ് ഇവിടെ 2006 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ 11-5 സീറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്. 6 സീറ്റാണ്, 15 സീറ്റുണ്ട്. പിന്നെ അത് 9 ചുരുങ്ങി, ഡീലിമിറ്റേഷൻ. അതിൽ 8 സീറ്റ് രമേശ് ഒഴിച്ച്. അത് ചെറിയ കാര്യമാണ്. G. സുധാകരൻ അടക്കമുള്ള നേതൃത്വത്തിലല്ല ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തത്, അല്ലേ? സംശയമില്ലാത്ത കാര്യമാണത്. അപ്പം അങ്ങനെയുള്ള ഞാൻ ചെറ്റയാന്ന് പറയുക. പിന്നെ വേറൊരു നേതാവ് PB മെമ്പർ, PBയുടെ നിലവാരമില്ലായ്മ. പാവപ്പെട്ട ബേബിയാണ്, പ്രത്യയശാസ്ത്രമുള്ള ആളാണ്, വായിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്, വിവരമുള്ള ആളാണ്, സമചിത്തതയുള്ള ആളാണ്, സ്നേഹമുള്ള ആളാണ്. എന്നെ ഇതിന് ശേഷം ഒന്നും വിളിച്ചിട്ടില്ല. ആ കാലത്തോറ്റം ഒന്ന് വിളിച്ചു, അതങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞത് അന്നാണ്, ഒരു 3 ആഴ്ച മുമ്പാണ്. ആ ആള് എങ്ങനെ ഈ വിജയരാഘവനെ പോലുള്ളവരെ വെച്ച് PB നയിക്കും? വിജയരാഘവൻ എന്താ പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലതിരിച്ചാണ് വായിച്ചത്. ഒരു PB മെമ്പർക്ക് പറയാൻ കൊള്ളാവുന്നതാണോ? തലതിരിച്ച് ആരെങ്കിലും പുസ്തകം വായിക്കുമോ? അങ്ങനെ സാധ്യതയില്ലല്ലോ. അതൊക്കെ പിന്നെ ഒരു കളിയാക്കലിന്റെ ഭാഗം. കളിയാക്കലല്ല, അയാളെ അങ്ങനാണോ അയാളെ സപ്പോർട്ട് ചെയ്യുക? അല്ല, അതല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ അയാളെ സപ്പോർട്ട് ചെയ്യുക അല്ലല്ല, നിങ്ങൾ ചെയ്തു. ഞാൻ പറഞ്ഞത് ഉടക്കില്ല, നിങ്ങൾ ചെയ്തു. അല്ലല്ല, നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല. വളരെ ഗൗരവമായ പിണറായി വിജയനല്ല, ഞാൻ അയാളെ പറ്റിയാ പറയുന്നത്. അതെ, അറിവില്ലായ്മയെന്ന് മാത്രമല്ല, കമ്മ്യൂണിസത്തിൻ്റെ ഒരു 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 മേൽപ്പൊടി പോലും അയാളില്ല. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പറ്റി അയാൾക്ക് എന്തറിയാം? മാനിഫെസ്റ്റോയുടെ അവസാന ഭാഗത്ത് എന്താ പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭിപ്രായങ്ങൾ പരസ്യമായി പൊതുജനങ്ങളോട് പറയും. കമ്മ്യൂണിസ്റ്റുകാരൻ സ്വാഭിപ്രായങ്ങൾ എന്നുവെച്ചാൽ വർഗത്തിൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. അഭിപ്രായങ്ങൾ പൊതുജനങ്ങളോട് പറയും.
അതുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നവർ മോശമാണെന്ന് അവർ പാർട്ടിയുടെ ഔദ്യോഗികമായ നയത്തിനെതിരെ പറയരുതെന്നേ ഉള്ളൂ. പാർട്ടി പരിപാടിക്കെതിരെ പറയില്ല, മാനിഫെസ്റ്റോയ്ക്കെതിരെ പറയില്ല. കോൺഗ്രസിൻ്റെ തന്നെ പരിപാടി നല്ല പരിപാടിയല്ലേ, ഗാന്ധിയൻ അപ്രോച്ചുള്ള പരിപാടിയല്ലേ. അപ്പോൾ അതിനെതിരെ കോൺഗ്രസ് സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇംപ്ലിമെൻറ്റേഷനിൽ കമ്മ്യൂണിസത്തിൻ്റെ മേമ്പടി കൊണ്ടുമില്ല. ഇവിടെ വിജയരാഘവൻ അറിവില്ല, ആലപ്പുഴയെപ്പറ്റി അറിയില്ല, അമ്പലപ്പുഴ അറിയില്ല. ഇരുതല മൂർച്ചയുള്ള വാളാണ് ആലപ്പുഴ. തിരിഞ്ഞും പിരിഞ്ഞും അത് വെട്ടും. നിങ്ങളെല്ലാവരും മുതിർന്ന ആളുകളാണ്. അല്ല, എൻ്റെ വാദം കഴിഞ്ഞില്ല. അതായത് ഞാൻ 32 വർഷം CPM ജില്ലാ കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റ് മെമ്പർ, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരിക്കുമ്പോൾ 32 വർഷം ഇവിടുത്തെ പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. എനിക്കറിയാം, ഞാനത് കേട്ടു. അല്ല, അങ്ങനെയുള്ള ഞാൻ മാനിഫെസ്റ്റോ തലതിരിച്ച് വായിച്ചു എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. താങ്കളെ പരിഹസിക്കാനായിട്ട് പരിഹസിക്കുകയാണോ? പരിഹസിക്കുന്ന മാനിഫെസ്റ്റോയെ പിടിച്ചാണോ? സ്വന്തം അച്ഛൻ്റെ തല കളിക്കുകയാണോ? അച്ഛൻ്റെ തല ഷേവ് ചെയ്യുകയാണോ? എന്താണ് ചെയ്യുന്നത്? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തു കളയണം. PBയിലല്ല, ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഇരിക്കേണ്ട യോഗ്യത വിജയരാഘവൻ, പരാജയ രാഘവൻ ഞാൻ ഞങ്ങൾക്ക് പേരിട്ടിരിക്കുകയാണ്. അയാൾ എവിടെ പ്രസംഗിച്ചാലും അവിടെ തോക്കും. അയാൾ പറയുന്നത് നമുക്ക് തിരിയത്തില്ല. ശുദ്ധ അഹങ്കാരമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുനിസിപ്പൽ ചെയർപേഴ്സണായിരുന്നു തൃശ്ശൂർ. ഒരു 5 ടേം കഴിഞ്ഞ അടുത്ത ടേം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ ഒരു മിനിസ്റ്ററാണ്. ആയിക്കോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററല്ലേ. ഞാൻ ഇതൊക്കെ ഒന്നും പറയുന്നില്ല, അതിൻ്റെ ഭാര്യയെ പറ്റി ഒന്നും പറയാൻ താല്പര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? അദ്ദേഹം തോറ്റില്ലേ ഇപ്പോൾ 1.5 ലക്ഷത്തിന് പാർലമെൻറ്റിലേക്ക്? എന്തിനാണ് മത്സരിച്ചത്? അദ്ദേഹം എന്തിനാണ് ഇപ്പോൾ മത്സരിച്ചത്? എന്തിനാണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും മുമ്പും മത്സരിച്ചത്? ഒരു തവണയല്ലേ ജയിച്ചുള്ളത് വരെ? എന്തിനാണ് മത്സരിച്ചത്? ഞാൻ ചോദിക്കുകയാണ്. കരീം ലോക്സഭയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നപ്പോഴത്തേക്ക് രാജ്യസഭയിലേക്ക് പോകും. അല്ല, രാജ്യസഭയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നപ്പോഴേക്ക് തൊട്ടടുത്ത ദിവസം ലോക്സഭയിലേക്ക് മത്സരിക്കാം. 1.5 ലക്ഷത്തിന് തോറ്റു. ആ കരീമായിരുന്നു എൻ്റെ പേരിലുള്ള കള്ളർ റിപ്പോർട്ട് കൊടുത്തത്. ഇതൊക്കെയാണ്. അപ്പോൾ അതല്ല, പിണറായി വിജയനിലേക്കാണ് ഒന്നുകൂടെ വരട്ടെ. അതായത് അദ്ദേഹം ഇപ്പോൾ ഇത്രയും മോശമായിട്ടൊരു പ്രയോഗം താങ്കൾക്കെതിരെ നടത്തി. അപ്പോൾ നമ്മൾ ഇപ്പം NK പ്രേമചന്ദ്രനെതിരെ നടത്തിയ പരാമർശം നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തെ ഞങ്ങളെക്കാൾ കൂടുതൽ വർത്തമാനം പറഞ്ഞ് കേട്ടിട്ടുള്ളത് താങ്കളായിരിക്കും ഉറപ്പായിട്ടും, ഒരുപാട് കാലം മുമ്പ്. അദ്ദേഹം അങ്ങനെ മോശം വാക്കുകൾ എല്ലായ്പ്പോഴും പ്രയോഗിക്കുന്ന ആളാണോ? അദ്ദേഹം പറഞ്ഞാലോ, എന്നെപ്പറ്റി പറഞ്ഞോ, എൻ്റെ നിഘണ്ടുവിലെ അവസാനത്തെ വാക്കല്ല ഇതെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹത്തിനൊരു നിഘണ്ടു ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുക. നമുക്കാർക്കും നിഘണ്ടുമില്ല. നമുക്കുള്ളത് നമ്മുടെ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ട നിഘണ്ടുവാണ്. മലയാള നിഘണ്ടുണ്ട്, സൂനാട് കുഞ്ഞമ്പിള്ള അടക്കം ഉണ്ടൊക്കെ നിഘണ്ടുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഉണ്ട്, കേംബ്രിഡ്ജ് ഡിക്ഷണറി ഉണ്ട്, വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ഉണ്ട്, അമേരിക്കൻ ഇംഗ്ലീഷ് ഡിക്ഷണറി ഉണ്ട്. എത്ര ഡിക്ഷണറി ഉണ്ടോ? അതൊക്കെ ഇപ്പം ദേഷ്യം പിടിച്ച ആൾക്കാരോടൊന്നും പറയില്ല. ഇപ്പം സാറ് നമ്മളിപ്പോൾ രാഷ്ട്രീയത്തെ കാണുന്നത് ഇങ്ങനെയാണോ? IAS-കാർക്കെതിരെ എന്തോ പറഞ്ഞത്. രാഷ്ട്രീയത്തെ IAS-കാരെ പറ്റി ഇനിയും പറയും. അങ്ങനെ ഉള്ളവരെ പറ്റി ഞാൻ പറഞ്ഞത്, എല്ലാ IAS-കാരെ പറ്റി അല്ലത് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ ചോദിച്ചത് പിണറായി ഇങ്ങനെ നേരത്തെയും പറയാറുള്ള ആളായിരുന്നോ? എനിക്കറിയില്ല, എനിക്കല്ല, എന്നെപ്പറ്റി പറയുന്നത് ആദ്യം. മറ്റൊരു കാര്യം, നമ്മുടെ ഈ രക്തസാക്ഷി ഭുവനേശ്വരനായിട്ട് ബന്ധപ്പെട്ടത്, അത് ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളുകളുടെ മാത്രമല്ല, പൊതുവിൽ രാഷ്ട്രീയം വളരെ ദശാബ്ദങ്ങളായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളുടെ എല്ലാം ഒരു ഹൃദയവികാരമാണ്. ഇപ്പോൾ അന്ന് AK ബാലൻ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലായി. അതായത് രക്തസാക്ഷി ദിനത്തിന് അല്ല, അതിനു മുമ്പ് അറിയാം. പക്ഷേ AK ബാലൻ പറയുമ്പോൾ, താങ്കളുടെ കൂടെ ദീർഘമായിട്ട് പ്രവർത്തിച്ചുള്ള ഒരാൾ അന്നേരത്ത് പറയുമ്പോൾ നമുക്കത് അറിയാമല്ലോ. ഞാൻ ഇത്ര ജൂനിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അല്ല, അതിനകത്ത് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് പക്ഷേ ഇതിനകത്ത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ വായിച്ചൊരു കാര്യം, താങ്കൾ എല്ലാ കാലവും KSU പ്രവർത്തകരാണ് കൊലപാതകം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സന്ദർഭം വന്നപ്പോൾ അതിൽ നിന്ന് മാറി. നിങ്ങൾ കേട്ടില്ല, ഞാനതിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവർ പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. അവർ പറയുന്നത് എന്നോട് ചോദിക്കുന്നില്ല. സാറ് പറഞ്ഞിട്ടുണ്ടല്ലേ? അത് നിങ്ങൾ കേട്ടു നോക്കേ. അല്ല, എനിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. അത് KSU-കാർ തന്നെയാണ്. നിങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് എന്നെ സപ്പോർട്ട് ചെയ്തതോടെ നമ്മൾ ഇത്രയും നേരമായിട്ട് കൊണ്ടുപോകാനുള്ള അങ്ങനെ ഉദ്ദേശമേ ഇല്ല. ഞാൻ വളരെ വിനയത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടം ശ്രമത്തെ നിങ്ങൾ ഉദ്ധരിച്ച് എന്നോട് ചോദിക്കുകയാണ്. അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ അത് ഇഷ്യൂ അല്ല. അന്ന് സാറ് സംസാരിച്ച ഞങ്ങളുടെ കുടുംബത്തിൽ അത് ഇഷ്യൂ അല്ല. ഞങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും എനിക്ക് സപ്പോർട്ടാണ്. ഭുവനേശ്വരനെ കൊന്നത് DSU KSU-കാരാണ്. അങ്ങനെ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം എന്താ ഗുണ്ടകളും കൊലപാതകങ്ങളെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയല്ലേ പറയേണ്ടത്. KSU-കാരാണ് കൊന്നത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. അത് പന്തളത്തെ നായർ പ്രമാണിമാരുടെ വീട്ടിൽ നിന്ന് വന്ന ചെറുപ്പക്കാരാണ് ഇത് ചെയ്തത്. വേറെ ദൂരെ നിന്ന് അല്ല. എന്താ സാർ, ഞാൻ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ബ്രണ്ടൻകുളയിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ അഷ്റഫിൻ്റെ രക്തസാക്ഷിത്വം എന്നുള്ളത് അല്ല, ഒരു നിമിഷം ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് അപ്പോൾ ഭുവനേശ്വരനും അഷ്റഫും ഒക്കെ KSU പ്രവർത്തകർ കൊന്നതാണ്. അതാണല്ലോ അത് സംശയം. ഇപ്പോൾ ചോദിക്കുന്നവർക്ക് ആ സംശയം. ഭുവനേശ്വരന് വേണ്ടി ഇവരെന്ത് ചെയ്തു? ഭുവനേശ്വരൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക. എൻ്റെ കുടുംബത്തെ ഞാനേ ഉണ്ടായിരുന്നു സംരക്ഷിക്കാൻ. ഇവർക്കൊരു വാക്ക് പറയാനുള്ള, ഭുവനേശ്വരൻ വാക്ക് പറയാനുള്ള അർഹതയില്ല. അറിയാമോ?
ഈ പറയുന്നമാർക്ക്. ഈ വിജയരാഘവന് ഭുവനേശ്വരനെ അറിയാവും. ഭുവനേശ്വരൻ്റെ പേരിൽ ഒരു കളിയും നടക്കത്തില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം. അല്ല സാർ, എന്നോട് ചോദ്യം, അതായത് എൻ്റെ ചോദ്യം കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ അങ്ങനെ കൊലപാതകം നടത്തിയ, താങ്കളുടെ സഹോദരനെ കൊലപാതകം നടത്തിയ KSUവിൻ്റെ പാർട്ടിക്കൊപ്പം നിന്ന് മത്സരിക്കുമ്പോൾ സാറിന് ഇപ്പോൾ ബുദ്ധിമുട്ടില്ല എന്നാണ് ആ KSUകാരൊന്നും ഇപ്പോൾ ഈ പാർട്ടിയിലില്ല, കോൺഗ്രസിലില്ല. അവർ രാഷ്ട്രീയ പ്രത്യക്ഷ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടാണ് കൊന്നത്. രാഷ്ട്രീയ വൈരത്തിൻ്റെ പേരിലല്ലേ? കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ടാണ് കൊന്നത്. അവിടെയുള്ള കുറേ നായപ്രമാണിമാരുടെ മക്കൾ, അവർ KSUവിലും ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് യൂണിയനും അന്നത്തെ NDP വിദ്യാഭ്യാസം, അവരാണ് മെയിൻ അവിടെ. അവർ ചേർന്നിട്ടാണ് കൊന്നത്. അല്ലാതെ രാഷ്ട്രീയ കൊലപാതകം എന്ന് പറയാനില്ല. രാഷ്ട്രീയ കൊലപാതകം ആണല്ലോ, പിന്നെന്ത് കൊലപാതകം? അവൻ യൂണിറ്റ് സെക്രട്ടറി അല്ലേ. ആ പ്രദേശത്തുള്ള നായപ്രമാണിമാർ ആലോചിച്ച് ചെയ്തതാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും അത് തെറ്റായി പോയെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല അന്ന്. അപ്പോൾ അത് കോൺഗ്രസ് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇന്നലെ ഞങ്ങൾ ഈ പൊളിറ്റിക്കൽ മാസ് പരിപാടി നടത്തുമ്പോൾ ഈ കാര്യം CPM-കാർ പലപ്പോഴായിട്ട് പറഞ്ഞു. അപ്പോൾ അവർ എനിക്ക് CPM-മാർ പറയട്ടെ എന്റെ സമയമാണെന്ന് കളയണ്ട. CPM-കാർ പറഞ്ഞു അവനൊന്നും ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലേ പറയുന്നവർ. അവർ പറയുന്നത് കേസ് നടത്തിയിട്ടില്ല എന്ന് സാർ പറഞ്ഞത്. കേസ് നടത്താൻ പ്രോസിക്യൂഷനിലെ കേസ് നടത്താൻ അവരുടെ വിവരദോഷമാണോ നിങ്ങൾ പറ. പ്രോസിക്യൂഷൻ കേസ് നടത്താൻ സാക്ഷികളെ കൊടുക്കണ്ടേ? ആരാ കൊടുക്കണ്ടേ? വാദി. പ്രോസിക്യൂഷൻ നടത്താൻ ഞങ്ങൾക്ക് വേണ്ടിയാണ്. ജില്ലാ സെക്രട്ടറി പറഞ്ഞു വാദിക്ക് എന്തിനാണ് സാക്ഷി? വാദിക്കല്ലേ സാക്ഷി വേണ്ടത്. സാക്ഷി വേണ്ടത് വാദിക്കല്ലേ ക്രിമിനൽ കേസിൽ. അതാണ് ജില്ലാ സെക്രട്ടറിയുടെ അറിവ്. എന്താണ് ആഞ്ജലി വിറ്റ് അത് സമ്മതിക്കത്തില്ല. ഞങ്ങൾ ആഞ്ജലി വിറ്റ് കേസ് നടത്തുമെന്ന് പറയാൻ സമ്മതം. കാരണം ഇവർ പൈസ തന്നിട്ടില്ല, ഒരു 10 പൈസ പോലും തന്നിട്ടില്ല. ഞങ്ങൾ ആഞ്ജലി വിറ്റ് കേസ് നടത്തി 33 സാക്ഷികളെ, വിദ്യാർത്ഥികളെ താമസിപ്പിച്ച് ഒരു യാത്ര മറ്റെല്ലാം കൊടുത്തു. അത് പറയുന്നത് ഇവരെന്താണ് അത് പിടിക്കുന്നത്? ഞാനെന്താ ചെയ്തത്? പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവ് കേസ് നടത്താൻ വന്നോ? ഇല്ലല്ലോ, സഹായിച്ചില്ലല്ലോ. ശ്രീധരൻപിള്ള എന്ന് പറയുന്നത് ഞങ്ങളുടെ ബന്ധു കൂടിയായ ഒരാളെ ഞങ്ങളുടെ വാർഡിലുണ്ടായിരുന്നു, താമരക്കുളം വേടരപ്ലാവ് വാർഡിൽ. ആ മനുഷ്യൻ വന്നു. അവരാരും വന്നിട്ടില്ല. വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുമില്ല. ഞങ്ങളെ കേസ് നടത്തി. അവസാനം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വഞ്ചകനാണ്. അയാളുടെ മകനാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാനി പോലീസിനെതിരെ. അവനെ 1ാം പ്രതി സ്ഥാനത്തിൽ അവർ പോലീസ് എഴുതി വെച്ചപ്പോൾ പ്രോസിക്യൂട്ടർക്ക് അത് അമെൻഡ് ചെയ്യാൻ അധികാരമുണ്ട്. എടുത്തങ്ങ് കളഞ്ഞു. അപ്പോൾ ഞാൻ VS നേരെ ഹൈക്കോടതിയിൽ പറഞ്ഞു. MM ചെറിയാൻ പറഞ്ഞ ആളുണ്ടായിരുന്നു, നാട്ടുകൽ ജയിലുണ്ടായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹത്തിന് കേസ് കൊടുത്തു. അദ്ദേഹം മകൻ അശോക് ചെറിയാനെ വിട്ട് വാദിച്ച് ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റി. കൃഷ്ണൻ സാർ എന്ന് പറയുന്ന SNDPയുടെ മാവേലിക്കൽ താലൂക്ക് പ്രസിഡന്റാണ് ഞങ്ങളുടെ വക്കീലാക്കി തന്നു. ഞാനാണ് പോയി. അദ്ദേഹം 10 പൈസ വാങ്ങിയില്ല. VS ആണത് ചെയ്തത്. ഇവരാരും അരങ്ങിയിട്ടില്ല. VS എന്നിവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു കാലമായിരുന്നു. അദ്ദേഹം നന്നായി വാദിച്ചു. പക്ഷേ കീറിപ്പറഞ്ഞ കടലാസ് കൂട്ടിച്ചേർക്കാനൊക്കാത്ത പോലെ ഈ കേസ് തെറ്റായിട്ടാണ് പോലീസ് ചെയ്തത്. അതവർ പോലീസിനെ സ്വാധീനിച്ചു. ആ ശരിയായ ഒരു FIR ഉണ്ടാക്കാൻ ഇവരെ സഹായിച്ചോ? അതിപ്പോൾ ആരും ശിക്ഷിക്കപ്പെട്ടില്ല അല്ലേ? ഇല്ലെന്ന്. ശരിയായ ഒരു FIR ഉണ്ടാക്കാൻ ഇവരാരും ഇടപെട്ടോ? നേതാക്കന്മാർ ആരും ഇടപെട്ടില്ലല്ലോ. അവസാനം തലശ്ശേരിക്കാരായ മജിസ്ട്രേറ്റ് കേസ് തള്ളിക്കൊണ്ട് പറഞ്ഞു ഇത് ശിക്ഷിക്കപ്പെടേണ്ട കേസാണ്, ഗുരുതരമായ കേസാണ്, നമുക്ക് തൂക്കുകയർ കൊടുക്കേണ്ട കേസാണ്. പക്ഷേ പോലീസ് കേസ് താറുമാറായി കളഞ്ഞുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നല്ല പത്രത്തിൽ വന്നത് ദേശാഭിമാനി ഇടിച്ചോണ്ട് എഴുതിയെന്ന് ഈ മനുഷ്യരെ ശ്ലാഘിച്ചും പോലീസിനെ ആക്ഷേപിച്ചും. ഇത് വല്ല ഇവർക്കറിയുമോ? ഈ പറയുന്നവർക്ക് ഇത് വല്ലതും അറിയുമോ? പാർട്ടി ആ നിലക്ക് സഹായിക്കാതിരുന്നിട്ട് പോലും പക്ഷേ താങ്കൾ പാർട്ടിയുടെ നേതാവായി. അപ്പോൾ അത്രക്ക് ഒരു പ്രത്യയശാസ്ത്ര ബന്ധം അതോടുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ ഇവരുടെ സൗകര്യം കൊണ്ടാണ്? ഞാൻ പ്രവർത്തിച്ചുകൊണ്ടല്ലേ. അല്ല, ഞാൻ ചോദിച്ചത് അന്നത്തെ നേതാക്കന്മാരുടെ എന്നെ കൊണ്ട് CH കണ്ടാൻ അടക്കമുള്ള നേതാക്കന്മാർ കാരണമാണ് ഞാൻ മേലോട്ട് VS അടക്കമുള്ളതാണ് മേലോട്ട് കയറിയത്. അറിയാമോ? VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ വലിയ വിഭാഗീയതയുള്ള കാലത്ത് എൻ്റെ ഓർമ്മയിൽ അതൊക്കെ പോട്ടെ, അതിലേക്കൊന്നും ഞാൻ വരുന്നില്ല. പല വിഭാഗീയത നടന്നിട്ടുണ്ടാവും. അന്ന് പക്ഷേ പാർട്ടി ലൈനിൽ ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നു. പാർട്ടി എവിടെയാണോ അവിടെയായിരുന്നു. VS പാർട്ടിയുടെ നേതൃത്വം, പാർട്ടിയുടെ ലൈൻ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. VS അത് ഒന്ന് മാറ്റി വെച്ചിട്ട് പിണറായി വിജയനുമായി വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ അതെൻ്റെ ജോലിയാണ്. ഇന്ന് ഞാൻ പാർട്ടിയുണ്ടായിരുന്നു, അത് തന്നെ ചെയ്യുമായിരുന്നു. പാർട്ടിയുടെ ലൈനിലേ നിന്നിട്ടുള്ളൂ. അങ്ങനെ നിന്നിട്ടുള്ള അപൂർവം പേരല്ല. കണ്ണൂർക്കാർ മഹാഭൂരിപക്ഷവും രാഘവൻ്റെ കൂടെ ആയിരുന്നല്ലോ. എറണാകുളം സമ്മേളനത്തിൽ 84. ആലപ്പുഴയിൽ കൊച്ചു കുഞ്ഞിനെ കെട്ടിയില്ലല്ലോ. കാരണം എൻ്റെ നേതൃത്വത്തിൽ ഞാനാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അതൊക്കെ എനിക്കറിയാം. ഇതൊന്നും പറയാനല്ല. അതുകൊണ്ട് യാതൊരു അർഹതയോ അധികാരമോ യാതൊരു അറിവോ ഇവർക്കില്ല. ആ കാലത്തുള്ളവരൊക്കെ മരിച്ചുപോയി. ഒരാൾ പോലും ജില്ലയിൽ നിന്ന് ബാക്കിയില്ല. മനസ്സിലായില്ലേ? പിന്നെ അവശേഷിക്കുന്ന അന്നേറ്റവും ന്യൂനനാണെങ്കിലും ഇന്നേറ്റവും സീനിയറായി ഞാൻ മാത്രമാണ്. ഈ ജില്ലാ സെക്രട്ടറി നാസറൊക്കെ എന്ന സ്കൂളിലും കോളേജൊക്കെ പഠിക്കുക, സഹിച്ചറിയാൻ എന്ന കോളേജിൽ പഠിക്കുക. അയാൾ MP രാഘവൻ്റെ കൂടെ പോയാളാണ്. പാർട്ടി പ്രവർത്തനം നിർത്തി അയാൾ വീട്ടിൽ പോയി നിർത്തിയിരുന്നു. സുജാത അയച്ചാണ് അയാളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്.
അറിയാമോ? താങ്കൾക്ക് വലിയൊരു പ്രാമാണിത്വമുണ്ട്, അതിന് വഴങ്ങാത്തതുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ പറയുന്നതെന്നാണ് അവർ പറയുന്നത്. നിങ്ങളിപ്പോൾ നെഗറ്റീവായ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. അല്ല, ഒരു കാര്യം കൂടെ, അതായത് ഈ തെരഞ്ഞെടുപ്പ് ഞാനെല്ലാം ചോദിക്കണല്ലോ. നിങ്ങളുടെ കംപ്ലീറ്റ് നെഗറ്റീവ് ചോദ്യം അതാണ് എനിക്കിത് കേട്ടാൽ മനസ്സിലാവും. അല്ല സാർ, അതായത് ഇത് കണ്ടു കഴിഞ്ഞാൽ സാറിന് മനസ്സിലാവും അങ്ങനെയല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ചോദ്യം ചോദിക്കണല്ലോ. എല്ലാ ചോദ്യമല്ല, നിങ്ങൾ ഏകപക്ഷീയമായിട്ടാണ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലല്ല, അത് കുറെ ആണെന്ന് എൻ്റെ റിപ്ലൈ ഒക്കെ മനസ്സിലാവുമല്ലോ. അല്ലെ ഞാൻ റിപ്ലൈ പറയത്തില്ലോ. ഞാൻ ഈ ഇലക്ഷൻ വേദിയിൽ നിന്ന് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ വൃത്തികെട്ട ഈ പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൊണ്ടു കിടക്കുന്ന ഈ സെറ്റിനെതിരെ നിങ്ങളുടെ ഒരു വാക്കെന്നോട് ചോദിച്ചിട്ടില്ല. അല്ല, ഞാൻ സാറിനോട് ചോദിക്കുന്നതുകൊണ്ടാണ്. സാറിനോട് ഒരൊറ്റ ഒന്നുമല്ല ഞാൻ, പക്ഷേ ഞാൻ മറുപടി പറയുന്നത് ഞാൻ സഹകരിക്കുന്നു. പറയുന്നത് ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ എടുത്ത് കളഞ്ഞാലും ഇടിക്കൊന്നുമില്ല. ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ അല്ല, നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അല്ല, ഞാനത് പറയുന്നത് കണ്ടാൽ സാറിന് മനസ്സിലാവും. അതായത് സാറിനോട് ചോദിച്ച് ഞാനിപ്പോൾ സാറിനെ കാണുന്നത് അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയായിട്ടോ ആലപ്പുഴയിൽ ഒരു ജില്ലാ നേതാവായിട്ടോ അല്ല, ഞാൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. ആണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എനിക്കറിയാവുന്ന ഒരാള് അതുകൊണ്ടാണ് കേരളമാകെ നേതൃത്വം ചുമത്താൻ ഞാൻ പോയിട്ടില്ല, പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല. ശരി, എന്ന് ഞാൻ അമ്പലപ്പുഴയിൽ കാര്യം ചോദിക്കാം. അതായത് ഇന്നലെ താങ്കൾ BJP-യുടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞതിനെ വലിയ ഒരു വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കിട്ടുമെന്നാണ് പറഞ്ഞത്, കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് BJP-യുടെ മാത്രമാണോ? CPM-ൻ്റെ വോട്ട് കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ CPM ഞാനുമായിട്ട് ഇപ്പോഴും ഡീലുണ്ടെന്ന് നിങ്ങൾ പറയുമോ? കോൺഗ്രസിൻ്റെ വോട്ട് 10,000 കിട്ടിയത് പറഞ്ഞു. കോൺഗ്രസ് ഞാനുമായിട്ട് അത് ഡീലെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതെന്താ? BJP-യുടെ അനുവാദത്തോടു കൂടി അല്ലല്ലോ, BJP അറിഞ്ഞുകൊണ്ടല്ലോ. അവർക്ക് വ്യക്തിപരമായി എന്നോട് സ്നേഹം കാരണം അവരൊന്നും RSകാരല്ല, സാധാരണ മനുഷ്യരാണ്. അവർ BJP-യുടെ കൂടെ നിൽക്കുന്നുള്ളൂ. ഇത്തവണയും കിട്ടും. എന്താണെന്താ അത് പറഞ്ഞാൽ എന്താ വ്യാഖ്യാനമാണെന്ന്? എല്ലാ സ്ഥാനാർത്ഥികൾക്കും മറ്റു പല പാർട്ടികളുടെ വോട്ട് കിട്ടും. എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടും. താങ്കൾ എതിർക്കുന്നവർ വ്യാഖ്യാനിക്കുന്നത് ഈ ഡീൽ എതിർക്കുന്നവർ വ്യാഖ്യാനിക്കുന്ന കാര്യം മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അനുകൂലിക്കുന്നവർ വ്യാഖ്യാനിക്കുന്നോ നിങ്ങൾ ചോദിക്കുന്നത്? അല്ല, അനുകൂലിക്കുന്നവരുടെ കാര്യം ഞാൻ പറയാം. അതായത് ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ച പല ആളുകൾ അല്ല, നിങ്ങൾ ഇതിന് സമയം കളയണ്ട. അതെന്നെ പറയാൻ അനുവദിക്കുന്നില്ല. അതായത് അനുകൂലമായിട്ട് ഞങ്ങൾ സംസാരിച്ച പല ആളുകളും ജി സുഹാർ സാർ ജയിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിക്കുന്ന കാര്യത്തെ പറ്റി BJP-യുമായിട്ട് ഞാൻ ഡീൽ ചെയ്ത് നിങ്ങൾക്ക് എന്റെ ഹിസ്റ്ററി വല്ലതും അറിയും? അല്ല, അവർ പറയുന്നതുകൊണ്ടാണ് ഞാൻ. അവരെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ ക്രിമിനലുകളാണ് പറയുന്നത്. മറുപടി പറയുമ്പോൾ ക്ലാരിറ്റി വരും. അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത്. പൊളിറ്റിക്കൽ ക്രിമിനൽസ്. അവർക്ക് ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അനുഭവങ്ങളൊന്നുമില്ല. അവർ സുഖിച്ചും പാർട്ടിയുടെ കസേരയിൽ ഇരുന്നും ഒക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാം. പക്ഷെ അതിലൊക്കെ സാർ എന്ന് വെച്ചാൽ ഇപ്പൊ ഇവരെല്ലാവരും SFI ഒക്കെ ആയിട്ട് വന്നിട്ട് സമരങ്ങളിലൊക്കെ SFI ആയി വന്നുകൊണ്ടാണ് അതാണോ ത്യാഗം എന്ന് പറയുന്നത്? ഒരു ജാഥ നടത്താണോ ത്യാഗം? അതൊന്നും അല്ലെന്ന്. രാഷ്ട്രീയ ജീവിതം എങ്ങനെയാണ് കെട്ടിപ്പടുത്തുക ഓരോരുത്തരുടെയും നാട്ടുകാർക്കറിയാം. അങ്ങനെ കെട്ടിപ്പടുത്താൽ ലാസ്റ്റ് കണ്ണിയാണ് ഞാനിവിടെ കഴിഞ്ഞാൽ ഇല്ല. എല്ലാം ചെറിയന്മാരായിരിക്കും. പിന്നെ പലപ്പോൾ സുഖമായി ഞാൻ വാല് ഓടിച്ച് നടക്കുന്നത് ഞാൻ പറയും. ഞാൻ ഇവിടത്തില്ല. അവിടെ ഞാൻ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അയാൾ തിരുത്തിയേ പറ്റൂ. അവിടെ ഓരോ മറുപടികൾ ഇങ്ങനെ പറയുകയാണ് പൊങ്ങച്ചമ്മ എന്ത് ആണ് സാറേ. പിന്നെ ഈ P പ്രസാദൊക്കെ കയ്യിൽ കൊണ്ടുപോയിട്ട് സൈക്കിൾ പോകുന്ന കഴിഞ്ഞ ദിവസം. അതെ, അയാൾ പാൻറ്റിട്ട് പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തെ പോലെ ഒരാളെ അല്ല, P പ്രസാദ് കയ്യിൽ കൊടുക്കുന്ന പതേ കണ്ടുള്ളൂ. ഞങ്ങളെല്ലാം കയ്യിലാണ് വിട്ടു കൊടുക്കുന്നത്. ഒന്നാട്ടുകാരെല്ലാം അതാണ്. അയാൾ അനാവശ്യം എന്നെ പറ്റി പറഞ്ഞു. CPI അയാളല്ലാതെ ആരും പറഞ്ഞില്ല. അയാളുടെ പാർട്ടിയോട് ചോദിച്ചോ? ഇപ്പോഴും ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇയാളെ സപ്പോർട്ട് ചെയ്തില്ല ആരും. ഇതുവരെ സപ്പോർട്ട് അയാൾ എന്താണെന്ന് പറഞ്ഞു? ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസുകളുടെ പിന്തുണയോടുകൂടി അവിടെ ജയിക്കണമെന്ന വ്യാമോഹമാണ്. അത് വ്യാമോഹമായിട്ട് മാറും. അതായത് ദോഷമുണ്ടാക്കി നമ്മളെ സ്നേഹിക്കുന്ന പലരുടെയും വോട്ടൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് രണ്ടാമത് ഒന്നുകൂടെ അയാൾ ചെങ്ങന്നൂരിൽ പോയി സ്നേഹിച്ചതിൻ്റെ കൂടെ ഇരുന്ന് വീണ്ടും പറഞ്ഞു. ഞാനതിന് മറുപടി പറയാൻ പോയില്ല. ഞാൻ അവസാനിപ്പിച്ചു. CPI-കാരനെ വിളിച്ച് പറഞ്ഞ് പോട്ടെ, ഞാൻ നിർത്തി. അയാൾ കാണിച്ച അവിവേകമാണ്. അയാൾ കയ്യിൽ കൊടുത്ത് പോയി. പിന്നെ എന്തോ ഒരു ത്യാഗമാണ് കേരളത്തിൽ. അല്ല, എന്തെല്ലാം ത്യാഗങ്ങളാണ് പ്രസാദ് അനുഭവിച്ചിരിക്കുന്നത് കേരളത്തിന് വേണ്ടി. എൻ്റെ അമ്മോ, എത്ര മർദ്ദനമാണ് ഏറ്റത്, എത്ര ജയിൽ ജീവിതമാണ്, വെറുതെ കള. ഞാനിപ്പോൾ സാറിന് പോകാനുള്ള സമയമുണ്ട്. അതുകൊണ്ട് 1-2 ചോദ്യങ്ങളോട് ചോദിക്കാം. അതായത് ഒന്നിപ്പോൾ അപ്പുറത്ത് പ്രതിഭയ്ക്കെതിരെ ഒരു മോശം അതെനിക്കറിയണ്ട. ഞാനതിൽ ഇടപെടുന്നില്ല. കായംകുളത്ത് ഞാൻ പോയില്ല. പ്രതിഭയെ കായംകുളത്ത് മത്സരിപ്പിക്കാൻ ആദ്യമായി സെക്രട്ടറിയേറ്റിൽ പേര് പറഞ്ഞത് ഞാനാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന് സെക്രട്ടറിയേറ്റിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഞാനാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണമെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനാണ്. അറിഞ്ഞിരിക്കണം, ഞാനിതൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവർക്കതിപ്പോൾ ഓർമ്മയുണ്ടാവില്ല. ഓർമ്മയുണ്ടെങ്കിലും കുഴപ്പമില്ല. അവരെ ആക്ഷേപിച്ചതിനെപ്പറ്റി അഭിപ്രായം ഇല്ലെന്ന് മാത്രമല്ല, അങ്ങേയറ്റം നികൃഷ്ടമാണത്. അത്രേ പറയാറുള്ളൂ. അവർ നടപടി എടുത്തല്ലോ ലീഗുകാർ. അവർ അന്തസ്സായിട്ട് പെരുമാറിയല്ലോ. അവർ സസ്പെൻഡ് ചെയ്യല്ലോ. അവർ അന്തസ്സായിട്ട് പെരുമാറി. മനസ്സിലായില്ലേ? എന്നെ തെറി പറയുന്നവരെ എന്തെങ്കിലും നടപടി എടുത്തോ? എൻ്റെ അച്ഛന് പറഞ്ഞ മന്മഥൻ എന്ന് പറയുന്ന LC നടപടി എടുത്തോ? അപ്പോൾ മുസ്ലിം ലീഗുകാരും UDF-കാരും എന്തും മാതൃകയാണ്, നല്ല മാതൃകയല്ലേ കാണിച്ചത്?
താങ്കൾ പ്രതിഭയെ കോൺഗ്രസിനെ ചീത്ത വലിയ പറഞ്ഞത് നല്ലതാണ് നല്ലല്ലോ പറഞ്ഞത്. കോൺഗ്രസ് ഭയങ്കര ഗംഭീര പാർട്ടിയാണെന്നാണ് താങ്കൾ കഴിഞ്ഞ ദിവസം പറയുന്നത്. എങ്ങനെ കോൺഗ്രസ് വളരെ നല്ല പാർട്ടിയാണെന്ന് കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞു. ഗംഭീര പാർട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മൾ വെളിയിൽ നിന്ന് നോക്കുമ്പോഴുള്ളതല്ല, നമ്മൾ അവരെ എൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ നന്മ ഞാൻ കണ്ടെന്നാണ് പറഞ്ഞത്. കേട്ടല്ലോ, അവർ പൂർണ്ണമായ ആത്മാർത്ഥതയോടെ സാറിൻ്റെ കൂടെ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. ഇതിപ്പോൾ LDF സർക്കാർ മൂന്നാമത് വരില്ല, UDF സർക്കാർ വരും. അതൊന്നും എനിക്കറിയില്ല. വരാനുള്ള സ്വപ്നം വിഫലമാകാനാണ് സാധ്യത എന്നാണ് ഞാൻ പറഞ്ഞത്. വിഫലമാകുന്നു എന്ന് കരുതുക, അതാണ് വിഫലമാകാനുള്ള സാധ്യത എന്നാണ് ഞാൻ പറഞ്ഞത്. ആ സാധ്യതയാണ് വിജയിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ UDF വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നാണ്? ഒന്നും അറിയില്ല, എൻ്റെ ജോലിയല്ല. അതൊക്കെ പറഞ്ഞ അനവരാധ ചോദ്യങ്ങളാണ്. മുഖ്യമന്ത്രി ഇപ്പോഴെന്നാ എല്ലാവരും ചോദിക്കുക. വലിയ നേതാക്കൾ, ആരും ഉത്തരവാദിത്തമല്ല. വലിയ കോൺഗ്രസ് നേതാക്കളൊക്കെ അല്ലെന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ അതൊക്കെയാണ് എന്താണെന്നറിയോ ഞാൻ പറയുന്നത്. വലിയ സീനിയർ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയാണ്, രമേശ് ചെന്നിത്തല. അത് അവരുടെ രീതി. എന്നെ സംബന്ധിച്ച് ജയിച്ചു കഴിഞ്ഞ് മാത്രമേ മുഖ്യമന്ത്രി എടുക്കുന്ന പാരമ്പര്യം ഈ രാജ്യത്തുള്ളൂ. അതിന് മുമ്പേ അതേപ്പറ്റി ചർച്ച നടത്തുന്നവർ സ്വന്തം പാർട്ടിക്ക് ദോഷം ഉണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ. താങ്കൾ പിന്നെ ഈ LDF സർക്കാർ വരികയും താങ്കൾ MLA ആയി പോവുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ താങ്കൾക്ക് സർക്കാരിനെ എതിർക്കേണ്ടുന്ന പണിയല്ലേ വരിക? അങ്ങനെ LDF സർക്കാർ വരുന്നു, സർക്കാരിനെ എതിർക്കേണ്ട കാര്യത്തെ എതിർക്കും. നല്ല കാര്യം പോലും ചെയ്താൽ നല്ലതാണെന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരും പറയാറുണ്ട്. നല്ലതാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അത്രേ ഉള്ളൂ. ഈ മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാറ് ചെയ്തിട്ടുണ്ട്. MLA ആയിരുന്ന കാലത്തും ഒരുപാട് കാര്യമല്ല, അതിഗംഭീരമായ വികസനം അവിടെയാണ്. കേരളം മൊത്തം നടന്നിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, മലബാറിൽ പോയതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അതെ അല്ല വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് MLA ആയിട്ട് ഇനി അങ്ങോട്ട് ചെയ്യാൻ മണ്ഡലത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? അതൊന്നും ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പറ്റില്ല. ബാക്കി ഒരുപാട് കാര്യം ചെയ്യാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. ഇനിയും ഞാൻ 2014 പ്രഖ്യാപിച്ച ചില പദ്ധതികൾ ഈ വരുന്ന ഗവൺമെൻറ് കാലത്തെ തീരത്തുള്ളൂ. ബൃഹത് പദ്ധതികൾ ഇനിയുണ്ട്. അതെല്ലാം പൂർത്തിയാക്കും. ഏതെങ്കിലും ബാക്കി പൂർത്തീകരിക്കാതെ ബാക്കിയുള്ള അത് പൂർത്തിയാക്കും. പുതിയ ഒരുപാട് പദ്ധതികൾ ഇവിടെ ആവശ്യമുണ്ട്. എന്നാലും ഇവിടെ നടപ്പിലാക്കേണ്ട വികസന പദ്ധതികൾ 70% പൂർത്തിയായി കഴിഞ്ഞു. ഒരു 30% ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അത് പൂർത്തീകരിക്കും. അത് ഏതൊക്കെയാണ് ഒന്നും പറയാൻ ഇപ്പോൾ സമയമില്ല. വേണ്ട, നമുക്ക് 2 ചോദ്യങ്ങളേ ഉള്ളൂ. അത് എന്നോട് ചോദിക്കാൻ മറന്നു പോയത്. രണ്ടൊന്ന് ചോദിക്കുക. അതായത് ഒന്ന്, MB ഗോവിന്ദൻ അന്ന് ചിരിച്ചില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് സീറ്റ് തന്നിരുന്നുവെങ്കിൽ താങ്കൾ ഇപ്പോൾ പാർട്ടിയിൽ ഉണ്ടാകുമായിരുന്നോ? ആ ചോദ്യമേ ഉദിക്കുന്നില്ല. MB ഗോവിന്ദൻ ചിരിക്കാതിരുന്നതിനല്ല, അദ്ദേഹം ഒരു ഹാസ്യാത്മകമായ അഭിപ്രായം പറഞ്ഞാൽ ഒരു പരിഗണനയുമില്ല. ഈ വാക്കാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു സഖാവിനെ പറ്റി പറയാം. അപ്പോൾ അത് ശരിയല്ല. അത് പിന്നെ ഞാൻ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടുമില്ല. എനിക്കൊന്നും പറയാനുമില്ല അദ്ദേഹത്തിനെതിരായിട്ട്. പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ പറയാം. അദ്ദേഹം വിളിച്ചൊരു ഖേദപ്രകടനം നടത്തി താങ്കളോട്. അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞതൊക്കെ പഴയ കാര്യങ്ങളാണ്. അല്ല സെറ്റിൽ ചെയ്ത് പോയ കാര്യമാണ്. MB ഗോവിന്ദൻ എന്നെപ്പറ്റി പുതുതായിട്ടൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. ആക്ഷേപം പറയുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പറയാം. ഇപ്പോൾ എനിക്കൊന്നും പറയാൻ അദ്ദേഹത്തിന്. താങ്കൾക്കിപ്പോൾ ഞാൻ നോക്കുമ്പോൾ MB ഗോവിന്ദനോടുള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് പിണറായി വിജയനോടാണ്. നിങ്ങളിതൊക്കെ ഓരോ സങ്കല്പം പിണറായി വിജയൻ പറയുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ആരാണോ അനാവശ്യം എന്നെപ്പറ്റി പറയുന്നത് ഞാൻ അവരോട് പ്രതികരിക്കുമെന്നാണ് പറഞ്ഞത്. കറക്റ്റ്. അല്ലാതെ ഒരാളോട് ഞാൻ പ്രതികരിക്കുന്നില്ല. ഞാൻ തലതിരിച്ച് വായിച്ചൊന്ന് പറഞ്ഞത് കമ്മ്യൂണിസത്തിൻ്റെ ABCD അറിയാത്ത വിജയനാകാറ്. 32 വർഷം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി വിദ്യാഭ്യാസ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു തൊഴിലാളി വർഗത്തിൻ്റെ ഈ പാർട്ടിയിൽ. ആലപ്പുഴ നമ്മുടെ P കൃഷ്ണപിള്ള സ്ഥാപിച്ച ഈ പാർട്ടിയിൽ അയാൾക്ക് അങ്ങനെ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? അവിടെ പോളിറ്റ് ബ്യൂറോ ആയിരിക്കും. അതിനപ്പുറത്ത് കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇൻ്റർനാഷണൽ ഇല്ല. അല്ലെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ ജനറൽ സെക്രട്ടറി ആക്കിയാലും പുള്ളിയെ. മനസ്സിലായില്ലേ? ഞാൻ ഈ പോളിറ്റ് ബ്യൂറോ മെമ്പർ ബംഗാളി പോയിട്ടുണ്ടോ? മറ്റ് സ്റ്റേറ്റിൽ പോകുന്നുണ്ടോ? ഇവിടെ കേരളത്തിൽ കുത്തിയിരിക്കുകയല്ലേ. കേരളത്തിൽ കുത്തിയിരിക്കാൻ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പോലെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ എവിടെയൊക്കെ പോകുന്നു പാർട്ടി കെട്ടിപ്പടുക്കാൻ? അല്ല, അതിപ്പോൾ താങ്കൾ പാർട്ടിയിലുള്ളപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു സ്ഥിതി. CPMൻ്റെ അല്ല, ദേശീയ തലത്തിൽ അത്ര വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. താങ്കൾ ഇപ്പോഴല്ലേ ഇറങ്ങിയത്? ദേശീയ തലത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല. അല്ല, സുർജിത്തിൻ്റെയൊക്കെ കാലത്തല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ താങ്കൾ രാജ്യം മുഴുവൻ നടന്നിട്ട് ക്യാമ്പയിൻ നടത്തുമായിരുന്നു. അതൊന്നും ഈ വിജയരാഘവനൊന്നും ചെയ്യുന്നില്ലെന്നാ പറഞ്ഞത്. പോളിറ്റ് ബ്യൂറോയാണ്. ഇവിടെ അല്ല, ഇവിടെ വലിയ പ്രശ്നമില്ല. ഇവരുണ്ടാക്കുന്ന പ്രശ്നമേ ഉള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ ക്യാമ്പയിൻ നടത്തണം. അത് ബുദ്ധിമുട്ട് വരും. കാരണം തല്ല് കിട്ടും. ആണില്ല അവിടെ, ശരീരം സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ വിജയരാഘവനെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. അല്ല, അനാവശ്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മുമ്പിൽ കയറി ആരും പറയാത്തത് കയറിയൊക്കെ പറയുകയാണ് അദ്ദേഹം. അതുകൊണ്ട് അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ടല്ലോ. ആ സ്വഭാവം മാറ്റണം. അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ ഒന്നും പറയില്ല. അപ്പോൾ വളരെ നന്ദി. താങ്കൾ ഒരുപാട് സമയം 20 മിനിറ്റ് കൂടുതൽ എടുത്തു.